السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على سيدنا محمد وعلى آله وصحبه أجمعين. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم، وافتح علينا بمعرفة العلم، وسهل أخلاقنا بالحلم، واجعلنا ممن يستمعون القول فيتبعون أحسنه. പ്രിയപ്പെട്ടവരെ, ഇൽമിയായ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു വേദിയിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം ഒരു സുഹൃതമായി ഖബൂൽ ചെയ്യട്ടെ. നാഫിആയ ഇൽമ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ദീനിനും ഉമ്മത്തിനും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളിൽ എൻഗേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ, അങ്ങനെ അള്ളാഹുവിൻ്റെ റിള കരസ്ഥമാക്കാൻ അള്ളാഹു വഴിയൊരുക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ആമുഖ സംസാരത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ മന്തിഖ് പഠിക്കാനും പരിചയപ്പെടാനും അവസരം ലഭിച്ചവരാണ് നമ്മൾ. ലോകത്തുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും, പ്രത്യേകിച്ച് ആഫ്രിക്ക അല്ലെങ്കിൽ യൂറോപ്പ്, അമേരിക്ക ഇവിടങ്ങളിലൊക്കെ ഉള്ള ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വളരെ ആവേശത്തോടെ താല്പര്യത്തോടെ പുതിയ കാലത്ത് പഠിക്കപ്പെടുകയും അധ്യാപനം നടത്തപ്പെടുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് ലോജിക്, മന്തിഖ് എന്ന് പറയുന്നത്. സമീപകാലത്താണ്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സിലബസിൽ നാം പഠിച്ചിരുന്ന മിർഖാത്ത് എന്ന് പറയുന്ന മന്തിഖിലെ ഒരു ടെക്സ്റ്റ് ദ ലാഡർ ഓഫ് ലോജിക് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. ലാഡർ ഓഫ് ലോജിക് എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് കാണാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ചവരാണ് നമ്മൾ. മന്തിഖ് പഠിക്കാൻ കഴിഞ്ഞു. അത് മറ്റു പല ഏരിയകളിലും മറ്റു വിഷയങ്ങളിലൊക്കെ അത് അപ്ലൈ ചെയ്യാനും കഴിഞ്ഞു, അല്ലെങ്കിൽ കഴിയുമെന്നത് നമ്മുടെ ഒരു വളരെ യുണീക്കായ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും നമുക്കിന്ന് സംസാരിക്കാനുള്ളത്, ഒന്ന്, പൊതുവെ മന്തിഖ് പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില കൺസേൺസ്. എന്തിനാണ് മന്തിഖ് പഠിക്കുന്നത്? തനാഖുദ്, എന്തിനാണ് അത് പഠിക്കുന്നത്? ശറഹു തഹ്ദീബിലെ അക്സ് മുസ്തവി അതൊരാൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇത്ര അത്യാവശ്യമായ ഒരു വിജ്ഞാന മേഖലയാണോ മന്തിഖിലെ പല ചർച്ചകളും? പുതിയ കാലത്ത് അതിനുള്ള റെലവൻസ് എന്തൊക്കെയാണ്? ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കൺസേണുകൾ ഉണ്ടാവാറുണ്ട്. പൊതുവെ മന്തിഖിൽ രണ്ട് രൂപങ്ങൾ, ഒന്ന് മന്തിഖ് സൂരി എന്നറിയപ്പെടുന്ന ഫോർമൽ ലോജിക്, രണ്ട് മന്തിഖുൽ മാദി മെറ്റീരിയലിസ്റ്റിക് ലോജിക്. ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാറുള്ളത്.
അല്ലെങ്കിൽ അൽ മന്തിഖുൽ ഖദീം, പഴയ മന്തിഖ്. ഈ പഴയ മന്തിഖ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അൽ മന്തിഖ് സൂരി എന്നുള്ള ആ ഫോർമൽ ലോജിക്കാണ്. ഫോർമൽ ലോജിക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മന്തിഖ് സൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മന്തിഖ് ഷെക്കിലി എന്നും പറയാറുണ്ട്. പെട്ടെന്ന് മനസ്സിലാകാൻ നമുക്ക് വേണമെങ്കിൽ ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് റീസണിങ്, മാദിയായ മന്തിഖിനെ കുറിച്ച് ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് റീസണിങ് എന്ന് ചുരുക്കി പറയാം. അപ്പോൾ ഈ മന്തിഖ് സൂരിയിൽ ചർച്ചകൾ, നമ്മൾ മന്തിഖിന് കൊടുക്കുന്ന നിർവചനം അഥവാ ഒരു പ്രത്യേകമായ ഇൽമ്, ആ ഇൽമ പഠിച്ചു കഴിഞ്ഞാൽ അത് മന്തിഖ് സൂരി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തസ്ദീഖാത്ത്, അതുപോലെ തസവ്വുറാത്ത്, അതുപോലെ മറ്റുള്ള ഖവാനീൻ അഖ്ലിയ, അഷ്കാലുകളെ കുറിച്ചുള്ള ചർച്ചകൾ. പൊതുവെ നമ്മൾ മന്തിഖിന് കൊടുക്കുന്ന നിർവചനം, പിന്നെ ഒരു പ്രത്യേകമായ ഇൽമ് അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിക്റിനെ, ആലോചനയെ ഖത്ഇൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു പ്രത്യേക ഇൽമായിട്ടാണ് നമ്മൾ മന്തിഖിനെ വിശദീകരിക്കാറുള്ളത്. അത് യഥാർത്ഥത്തിൽ ഈ മന്തിഖ് സൂരിയുടെ നിർവചനം തന്നെയാണ്. കാരണം കുല്ലു ഇൻസാൻ ഹയവാൻ, സെയ്ദ് ഇൻസാനാണ്, അങ്ങനെയാണെങ്കിൽ സെയ്ദ് ഹയവാനാണ്. ഇത് സൂരിയായ മന്തിഖിന്റെ ഒരു ഭാഗമാണ്. അത് ഇനി ഒരു കാലത്തും എവിടെയും മാറാൻ പോകുന്നില്ല. ഈ സൂരിയായ മന്തിഖ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒബ്ജക്റ്റീവ് ആയിരിക്കും, മാദിയായ മന്തിഖ് പോലെ അല്ല. മാദിയായ മന്തിഖ് ശർഹു തഹ്ദീബിലൊക്കെ നമ്മൾ പഠിച്ചതുപോലെ തംസീല്, ഇസ്തിഖ്റാ, അല്ലേ, തതബ്ബുഉൽ ജുസ്ഇയാത്തി, നമ്മൾ ചെറിയ ചെറിയ ജുസ്ഇയാത്തുകളെ പരിശോധിച്ച് പിന്നീട് എന്ന് പറഞ്ഞാൽ ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ എന്ന് നമ്മൾ വിളിക്കുന്ന കുറച്ചും കൂടെ പിന്നെ എന്താ പറയുക, ശാസ്ത്ര പരീക്ഷണ സംഗതികൾക്കൊക്കെ വിധേയമാകുന്ന ഒരു രൂപം, ആ രൂപത്തിലുള്ള മന്തിഖിനെ കുറിച്ചാണ് മന്തിഖ് മാദി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കിതാബുകളിൽ ഇത് രണ്ടും ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. ഇപ്പൊ ശർഹു തഹ്ദീബില് ഞാൻ ഈ പറഞ്ഞ മന്തിഖ് സൂരിയാണ് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുക. അതുപോലെ തംസീൽ, ഇസ്തിഖ്റാ, മറ്റ് മുലാഹദകളെ കുറിച്ചൊക്കെ കിതാബുകളിൽ ചർച്ച വരുന്നുണ്ട്. അപ്പൊ ആദ്യം ആ കാര്യം ഒന്ന് സൂചിപ്പിക്കാമെന്ന് കരുതി. രണ്ടാമതായി, മന്തിഖുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലോകത്ത് വ്യത്യസ്ത ട്രെൻഡുകൾ നിലനിൽക്കുന്നുണ്ട്. ചിലർ മന്തിഖിനെ കുഫറിന്റെ മുഖദ്ദിമയായിട്ട് പരിഗണിച്ചു. അതുകൊണ്ട് തന്നെ കുഫറിന്റെ മുഖദ്ദിമയായ ഒരു കാര്യം അതൊരിക്കലും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ചിലരുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ മന്തിഖിനെ കുറിച്ച് പറഞ്ഞത് ലാ ഫായിദത ഫീ തഅല്ലുമിഹി, അത് പഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഫായിദയൊന്നുമില്ല എന്ന് പറഞ്ഞവരുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ ലാ യുഫീദു ദക്കിയ വലാ യൻഫഉൽ ബലീദ, ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് മന്തിഖിന്റെ ആവശ്യമില്ല, ബുദ്ധിയില്ലാത്ത മണ്ടനായ ഒരാൾക്ക് മന്തിഖ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന രൂപത്തിൽ മന്തിഖിനെ വിശദീകരിച്ചവരുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ മന്തിഖ് പഠിക്കൽ അത് ഫർള് കിഫയാണ്, നമ്മുടെ മറ്റു പല ഇൽമുകളും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ മന്തിഖ് ഷർത്തായി മന്തിഖിന്റെ പഠനത്തെ നിശ്ചയിച്ചവരും ഉണ്ട്. ഈ അവസാനം പറഞ്ഞ അഭിപ്രായത്തെയാണ് നമ്മൾ റാജിഹായ, പ്രബലമായ അഭിപ്രായമായി കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ എന്ന് കരുതി മന്തിഖിന്റെ കിതാബുകളിലുള്ളതെല്ലാം വിശ്വസിക്കണം എന്നൊരു വാശിയൊന്നും നമുക്കില്ല. മന്തിഖ് എന്ന് പറയുന്നത് അത് നമ്മൾ ഇനി അരിസ്റ്റോട്ടീലിയൻ ലോജിക് എന്ന് പറഞ്ഞാലും, അരിസ്റ്റോട്ടിൽ തുടങ്ങി വെച്ചു
എന്നതുകൊണ്ട് മാത്രം ആ വിജ്ഞാന ശാഖയോട് പ്രത്യേകിച്ചൊരു അനിഷ്ടം നമുക്ക് തോന്നേണ്ടതില്ല. പറഞ്ഞ വ്യക്തിയേക്കാൾ ആ പറയപ്പെട്ട കാര്യം അതിൻ്റെ രൂപവും ക്വാളിറ്റിയും നോക്കി സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഒരു പോളിസി. നെഹ്നു സാധാരണ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പലപ്പോഴും ഉദ്ധരിക്കപ്പെടാറുണ്ട്. നമ്മളൊരു കാര്യം ആളുകളെ മനസ്സിലാക്കുക, നെഹ്നു നെഹ്കുമു ലാ നെഹ്കുമുൽ ഹഖ്ക ബിർ റിജാൽ വലാകിൻ നെഹ്കുമുർ റിജാല ബിൽ ഹഖ്. വ്യക്തി ആരാണെന്ന് നോക്കി ഇന്നാലിന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതൊക്കെ ശരി, ഇവര് പറഞ്ഞാൽ അത് തെറ്റ്, അങ്ങനെ ഒരു വീക്ഷണം നമുക്കില്ല. നാം ആ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കും, ആ കാര്യം നോക്കും. ഹക്ക് ആരാണോ പറഞ്ഞത് അദ്ദേഹം റജുലാണ് എന്ന് നമ്മൾ അംഗീകരിക്കും. അപ്പം എന്ന് പറഞ്ഞതുപോലെ മന്തിക്കിൽ നമുക്ക് അംഗീകരിക്കാവുന്ന, തീർച്ചയായിട്ടും ഒരു ആക്കിലായ ഫിഗർ ഉപയോഗിക്കുന്ന ഒരാൾക്ക് തള്ളിക്കളയാൻ കഴിയാത്ത ഒരുപാട് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ് യഥാർത്ഥത്തിൽ മന്തിക്ക്. മന്തിക്കിനെ ഒരാൾ എതിർത്തുകൊണ്ട് 5 മിനിറ്റ് അദ്ദേഹത്തോട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ ആ പ്രസംഗത്തിൽ പോലും ആ പ്രസംഗത്തിന്റെ സ്ട്രാറ്റജി സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരാമർശിക്കപ്പെട്ട മന്തിക്കിന്റെ എലമെന്റ്സുകൾ അദ്ദേഹം മന്തിക്കിനെ എതിർക്കാൻ പോലും ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞ ഓരോ വകുപ്പിലുമുള്ള ആലിമീങ്ങൾ, പ്രത്യേകിച്ച് മന്തിക്കിനെ വിമർശിച്ച ആളുകൾ, ഇബ്നു തൈമിയ്യയെ പോലെയുള്ള, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ, അവർ മന്തിക്കിനെ എതിർത്ത ആ നരേഷൻസ് ഇങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മന്തിക്കിന്റെ ഒരുപാട് എലമെന്റുകൾ അതിൽ കാണാൻ കഴിയും. ഏതായാലും ഈ മന്തിക്കിന് മറ്റു വിജ്ഞാന ശാഖകളുമായിട്ട് വലിയ ബന്ധമുണ്ട്. നമ്മൾ അതിനാണ് മന്തിക്ക് പഠിക്കണം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഉസൂൽ ഫിഖ്ഹുമായി മന്തിക്കിന് വലിയ കണക്ഷൻ ഉണ്ട്. കാരണം മന്തിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു നിർവചനം പറഞ്ഞു കഴിഞ്ഞാൽ ശറഹു തഹ്ദീബിലും മിർഖാത്തിലും തസ്രീഫുൽ മന്തിക്കിലും ഒക്കെ വന്ന നിർവചനം തന്നെയായിരുന്നു. അൽ ഇൽമു ബി മജ്മൂഅത്തിൽ ഖവാനീൻ അല്ലത്തി തുഅദ്ദി മുറാഅത്തുഹാ ഇലൽ ഇസ്മത്തി ഫിൽ ഫിക്ർ. ഇതാണ് മൊത്തത്തിൽ അതിൻ്റെ ഒരു നിർവചനം. ഇത് പല രൂപത്തിൽ പല തെർക്കീബിലായിട്ട് പല കിതാബുകളിലും ഉദ്ധരിക്കപ്പെടാറുണ്ട്. എന്ന് പറഞ്ഞാൽ മന്തിക്ക് എന്നതുകൊണ്ട് മന്തിക്കിൽ കാര്യമായി ഡിസ്കസ് ചെയ്യുന്നത് ഖവാനീൻ ഫിക്രിയയാണ്, ചിന്താപരമായ നിയമങ്ങളാണ്. അതുകൊണ്ട് ഏതു വിഷയവുമായി ബന്ധപ്പെട്ട് ഫിക്രിയ എന്ന് വിളിക്കാവുന്ന നിയമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ അനിവാര്യമായിട്ടും വരുന്ന നിയമങ്ങളെക്കുറിച്ചാണ് മന്തിക്ക് ചർച്ച ചെയ്യുന്നത്. ഉസൂൽ ഫിഖിലേക്ക് വന്നാൽ, ഉസൂൽ ഫിഖ് നമുക്കറിയാം അൽ ഇൽമു ബിൽ ഖവാഇദിൽ ഇജ്മാലിയ്യത്തി അല്ലത്തി തംബനി അലൈഹൽ ഫുറൂഉൽ ഫിഖ്ഹിയ്യത്തുൽ അമലിയ്യ ഹുവ ഖാഇദ ഫിക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസൂൽ ഫിഖ്ഹിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇജ്മാലിയായ ഖായിദകളെ കുറിച്ചും അവയുമായി ബന്ധപ്പെട്ട ഫിക്രിയ എന്ന് വിളിക്കാവുന്ന ഖായിദകളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഉസൂലുൽ ഫിഖ് അത് ഒരു പ്രത്യേകമായ ഫിക്റുൻ ഖാസുൻ, അതൊരു പ്രത്യേകമായ ഫിക്റാണ്. മന്തിഖ് എന്ന് പറയുന്നത് ഫിക്റുൻ ആമായ ഒരു ഫിക്റുമാണ്. അപ്പൊ ഫിക്രിയ അങ്ങനെ ആ രൂപത്തിലുള്ള കായികകളെ, ചർച്ചകളെ ഏതെല്ലാം മേഖലയിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ടോ അവിടെയൊക്കെ ഈ മന്തിക്കിന്റെ ഈ നിയമങ്ങളെ, ജനറലായ കുല്ലിയായ നിയമങ്ങളെ അപ്ലൈ ചെയ്യാൻ നാം നിർബന്ധിതരാകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഉസൂൽ ഫിഖും മന്തിഖും തമ്മിലുള്ള ഒരു നിസ്ബ, ഒരു പാരസ്പര്യം എന്ന് പറയുന്നത് ആം ഖാസ് മുത്തലഖാണ്. എന്ന് പറഞ്ഞാൽ മന്തിഖ് കുറച്ചും കൂടെ ജനറലായിരിക്കും, ഉസൂൽ ഫിഖ് കുറച്ചും കൂടെ പെർട്ടിക്കുലർ ആയിരിക്കും. കാരണം ഉസൂൽ ഫിഖിന് ഖായിദ ഇജ്മാലിയ ശറഉമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഉസൂൽ ഫിഖിൽ കാര്യമായിട്ട് വരിക. അതുകൊണ്ട് തന്നെയാണ് പല പണ്ഡിതന്മാരും, പല ഉസൂലി പണ്ഡിതന്മാരും മന്തിഖ് ഉസൂലിയായ ഒരു പണ്ഡിതൻ, ഉസൂലിയായ ഒരു വ്യക്തി, ഒരു പണ്ഡിതനെ ഉസൂലിയായിട്ട് കൺസിഡർ ചെയ്യപ്പെടണമെങ്കിൽ അദ്ദേഹം മന്തിഖിയായിരിക്കണം, മന്തിഖ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണമെന്ന് ചില ഉസൂലികൾ പ്രത്യേകമായിട്ട് പറഞ്ഞത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ല. അവിടുത്തെ ഉസൂൽ ഫിഖിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥം അൽ മുസ്തസ്ഫ, ഗസാലി ഇമാമിൻ്റെ അവസാന കാലത്ത് എഴുതിയ ഗ്രന്ഥമാണ് മുസ്തസ്ഫ. അവർ നമുക്കറിയാം ബഗ്ദാദ് ഒഴിവാക്കി ആധ്യാത്മിക മേഖലയിലേക്ക് യാത്ര ചെയ്ത് ഇഹിയയും അതുപോലെ തൻ്റെ യാത്രയുടെ അനുഭവങ്ങൾ കുറിച്ചു വെച്ച അൽ മുൻഖിദു മിനൽ ളലാലും എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം എഴുതിയ വളരെ വളരെ പോപ്പുലറായ കിതാബാണ് മുസ്തസ്ഫ. ഈ മുസ്തസ്ഫയുടെ ആമുഖം മന്തിഖാണ്. മുഖദ്ദിമത്തുൽ മുസ്തസ്ഫ പല സ്ഥാപനങ്ങളിലും പ്രത്യേകമായിട്ട് പഠിക്കാറുണ്ട്. ചില കൂട്ടായിട്ടൊക്കെ മുസ്തസ്ഫയുടെ മുഖദ്ദിമ ഓതുന്ന ഒരു രീതി പൊതുവെ ലോകത്ത് പലയിടത്തും ഉണ്ട്. കാരണം മുസ്തസ്ഫയുടെ മുഖദ്ദിമ മന്തിഖിയായ മുഖദ്ദിമയാണ്.
ഗസാലി ഇമാം ഉസൂൽ ഫിഖ്ഹിൽ ഇത്രമേൽ മന്തിഖിയായ മുഖദ്ദിമ ഉപയോഗിച്ചതിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ നേരിട്ട ഒരു പണ്ഡിതന് കൂടെയാണ് ഇമാം ഗസാലി റഹിമഹുല്ലാ. ഈ മുസ്തസ്ഫക്ക് ഒരു മുഖ്തസർ മഹാനായ ഇബ്നു റുഷ്ദ് റഹിമഹുല്ല എഴുതിയിട്ടുണ്ട്, അൽ ഉസൂലി എന്ന പേരിൽ. ആ മുഖ്തസറിൽ ഇബ്നു റുഷ്ദ് ഇമാം ഗസാലി റഹിമഹുല്ലയെ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ്, എന്ന് പറഞ്ഞാൽ ഉസൂൽ ഫിഖ്ഹിലേക്ക് ആവശ്യമില്ലാതെ അനാവശ്യമായി മന്തിഖിയായ ചർച്ചകൾ കടത്തിക്കൂട്ടിയ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഗസാലി റഹിമഹുല്ലയെ വിമർശിക്കുന്നുണ്ട്. എന്തായാലും ഗസാലി ഇമാം ആ മുഖദ്ദിമയിൽ മന്തിഖിനെ കുറിച്ച് പറയുന്നത്, നദ്കുറു ഫി ഹാദിഹിൽ മുഖദ്ദിമത്തി മദാരിക്കൽ ഉഖൂലി വൻഹിസാറഹ ഫിൽ ഹദ്ദി വൽ ബുർഹാൻ വനദ്കുറു ശർത്തൽ ഹദ്ദിൽ ഹഖീഖി വശർത്തൽ ബുർഹാനി വഅഖ്സാമിഹ അലാ മിൻഹാജിൻ ഔജസ മിമ്മാ ദക്കർനാഹു ഫി കിതാബി മഹ്കിൻ നളർ വ കിതാബി മിഅയാരിൽ ഇൽമ്. ഗസാലി ഇമാമിന്റെ മന്തിഖിലെ പ്രധാനപ്പെട്ട 2 വർക്കുകളാണ് ആ 2 വർക്കുകൾ. എന്നിട്ട് പറയുന്ന ഭാഗം അത് നമ്മൾ വളരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു ഇബാറത്താണ്, വലൈസത്ത് ഹാദിഹിൽ മുഖദ്ദിമത്തു മിൻ ജുംലത്തി ഇൽമിൽ ഉസൂൽ. ഇത് ഉസൂൽ ഫിഖ്ഹിന്റെ ഭാഗമല്ല. വലാ മിൻ മുഖദ്ദിമാത്തിൽ ഖാസത്ത് ബിഹി. ഉസൂൽ ഫിഖ്ഹുമായി മാത്രം ബന്ധപ്പെട്ട ഒരു ഇൽമുമല്ല മന്തിഖ്. പിന്നെയോ ബൽ ഹിയ മുഖദ്ദിമത്തുൽ ഉലൂമി കുല്ലിഹ. എല്ലാ വിജ്ഞാന ശാഖകളുടെയും ആമുഖമാണ് ഇൽമുൽ മന്തിഖ്. മൻ ലാ യുഹീതു ബിഹ ഫലാ സിഖത ലഹു ബിഉലൂമിഹി അസ്ല. മന്തിഖ് അറിയാത്തൊരു വ്യക്തിയുടെ ഇൽമിന് സിഖത്തില്ല. അദ്ദേഹത്തെ നമ്മൾ സിഖത്തുള്ള ഒതന്റിക് ആയ ഒരു സ്കോളറായിട്ട് ഒരിക്കലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റൂല. അങ്ങനെ കൺസിഡർ ചെയ്യണമെങ്കിൽ അദ്ദേഹം മന്തിഖിയായിരിക്കണം, മന്തിഖുമായിട്ട് അറിവുണ്ടായിരിക്കണം എന്ന് ഇമാം ഗസാലി വിശദീകരിക്കുന്നുണ്ട്. ഇനി ഈ 2 വിജ്ഞാനങ്ങൾ എടുത്തു നോക്കിയാൽ രണ്ടിലും ചർച്ച ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് നമുക്ക് കാണാൻ കഴിയും. ഇമാം ബൈലാവി ഇമാമിനെ നമുക്കൊക്കെ പരിചയമുള്ള ഇമാമാണ്. മഹാനവറുകൾ അല്ലാമത്തുൻ ഫിൽ ഉലൂമിൽ അഖ്ലിയ വ ശർഇയ്യ. ശർഇയ്യായ ഉലൂമുകളിലും അഖ്ലിയായ മൻഖൂലാത്തിലും മഅഖൂലാത്തിലും കഴിവ് തെളിയിച്ച 2 മേഖലയിലും മുഹഖിഖ് എന്ന് വിളിക്കപ്പെടാവുന്ന മഹാപണ്ഡിതനാണ്. ഇമാം ബൈലാവി റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഉസൂൽ ഫിഖ്ഹിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉസൂലുൽ ഫിഖ്ഹി മഅരിഫത്തു ദലായിലിൽ ഫിഖ്ഹി ഇജ്മാലൻ വ കൈഫിയത്തുൽ ഇസ്തിഫാദത്തി മിൻഹാ വ ഹാലിൽ മുസ്തഫീദി വ ദലീലിഹിൽ മുത്തഫഖി അലൈഹി ബൈനൽ അയിമ്മത്തി കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ഭാഗത്ത് പറയാണ്, വദലീലുഹുൽ മുത്തഫഖു അലൈഹി ബൈനൽ അയിമ്മത്തി അൽ കിതാബു വസ്സുന്നത്തു വൽ ഇജ്മാഉ വൽ ഖിയാസ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഉസൂൽ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന കിതാബ്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ കടന്നു വരുന്ന ബഹ്സുകളാണ് ഖിയാസുമായി ബന്ധപ്പെട്ട ചർച്ച. നമുക്കറിയാം ഉസൂൽ ഫിഖ്ഹിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ഖിയാസ് ഉണ്ട്, അൽ ഖിയാസു തംസീലി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഖിയാസ്. അതുപോലെ മന്തിഖിന്റെ കിതാബുകളിൽ പരിചയപ്പെടുത്തുന്ന ഖിയാസ്, പ്രത്യേകിച്ച് ഷെക്കലുകളൊക്കെ പറയുന്നിടത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അൽ ഖിയാസുൽ ഷുമൂലി അല്ലെങ്കിൽ അൽ ഖിയാസുൽ ഉമൂമി എന്നൊക്കെ വിളിക്കാവുന്ന മന്തിഖിലെ ഖിയാസ്. ഈ 2 ഖിയാസ് ഇപ്പോൾ ഉസൂൽ ഫിഖ്ഹിന്റെ കിതാബിലും ഈ ഉമൂമിയായ ഖിയാസിന്റെ ചർച്ചകൾ കാണാൻ കഴിയും. ഉസൂൽ ഫിഖ് മന്തിഖിന്റെ കിതാബുകളിൽ ഉസൂലിയായ ഈ ചർച്ചകൾ നമുക്ക് തിരിച്ച് അവിടെയും കാണാൻ കഴിയും. അതുപോലെ ഖുർആനും സുന്നയും ചർച്ച ചെയ്യുമ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് ആണ് ദലാലാത്തുൽ അൽഫാദുകളുടെ ദലാലാത്തുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച മന്തിഖിൽ നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ തസവ്വുർ, തസ്ദീഖൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പല രൂപത്തിലുള്ള ദലാലാത്തുകളെ, ഇഷാരിയായ ദലാലാത്തുകൾ, വ്യക്തമായ ദലാലാത്തുകളെ കുറിച്ചൊക്കെയുള്ള ചർച്ച മന്തിഖിന്റെ കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഖബറുകളുമായി ബന്ധപ്പെട്ട ചർച്ച, ഖബർ, മുത്തവാത്തിർ, ആഹാദ്, സ്വാഭാവികമായിട്ടും ഇങ്ങനെ പല വിഷയങ്ങളും ഈ 2 വിജ്ഞാനങ്ങളിലും തദാഹുലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉസൂൽ ഫിഖ്ഹിനോട് കമ്പയർ ചെയ്യുമ്പോൾ മന്തിഖ് എന്ന് പറയുന്നത് അതിനൊരു തമയ്യുസ് ഉണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ ആ പ്രത്യേകത ഒരിക്കലും ഒരു തലാദിന്റെ തമയ്യുസ് അല്ല. എന്ന് പറഞ്ഞാൽ പരസ്പരം ഭിന്നമായ ഓപ്പോസിറ്റായ 2 വിജ്ഞാന ശാഖകളല്ല. ഒന്ന് ജനറലാണ്, മറ്റേത് കുറച്ചും കൂടെ പെർട്ടിക്കുലറാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായിട്ട് നാം ആലോചിച്ച് കണ്ടെത്തേണ്ടി വരുന്ന ഏതെല്ലാം വിജ്ഞാന ശാഖകളുണ്ടോ അവിടെയൊക്കെ ഈ മന്തിഖിനെ അപ്ലൈ ചെയ്യാൻ നാം അപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മളത് അപ്ലൈ ചെയ്യാൻ നിർബന്ധിതരാകും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഇൽമുൽ മന്തിഖിന് ഇൽമുൽ കലാമുമായിട്ടുള്ള ബന്ധം.
അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല. കാരണം നമുക്കറിയാം ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ അതിലെ പല വിഷയങ്ങളും നമുക്ക് മതത്തിന് പുറത്തുള്ള മലാഹിദത്ത് നിരീശ്വരവാദികളോട് എൻഗേജ് ചെയ്യേണ്ടി വരും, മതത്തിനകത്തുള്ള യുക്തിവാദികളോട് എൻഗേജ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു ഹിജാജിയായ ഇൽമാണ് ഇൽമുൽ കലാം. നിരന്തരം ഡിബേറ്റുകളും ചർച്ചകളും ഒക്കെ കടന്നു വരുന്നൊരു ഇൽമാണ്. സ്വാഭാവികമായിട്ടും ആ ഇൽമ് പൂർണ്ണമാവണമെങ്കിൽ, അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ഫിക്റിനെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. മന്തിഖ് ഉപയോഗിക്കാതെ ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ഖുർആനിൽ പ്രബോധനത്തിനും മറ്റുമൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി വിശദീകരിക്കുന്നുണ്ട്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. 3 മെത്തേഡുകളാണ് ഇവിടെ വിശദീകരിച്ചത്. ഒന്ന്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, ഹിക്മ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുക, വ്യക്തമായ തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഓഡിയൻസ് അവർ കുറച്ചും കൂടെ വകതിരിവുള്ള, കാഴ്ചപ്പാടുള്ള, സ്കോളേഴ്സായ ആളുകളാണെങ്കിൽ അവർക്ക് പറ്റുന്ന രൂപത്തിൽ, അവർക്ക് കൺവിൻസ്ഡ് ആകുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ സംസാരം ഉണ്ടാവേണ്ടത്. അതാണ് ഖുർആൻ പറയുന്നത്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, ഹിക്മ കൊണ്ട് സംസാരിക്കാം. ഇതാണ് നമ്മൾ ഇത് തിരിച്ചു വന്ന മന്തിഖിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബുർഹാനുകൾ വെച്ചുകൊണ്ടുള്ള സംസാരം. ബുർഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഖിയാസുൽ മുഅല്ലഫു മിനൽ ഖളായ അൽ യഖീനിയ, ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത വളരെ സേർട്ടേൺ ആയ പ്രിൻസിപ്പിൾസ് മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുക. അപ്പോഴാണ് ഒരു സാധനം ബുർഹാനാവുക. അപ്പോൾ ചില വ്യക്തികളോട് അങ്ങനെ ബുർഹാന് വെച്ച് സംസാരിക്കേണ്ടി വരും. ഈ മന്തിഖിയായ ഫാക്റ്റാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, ഹിക്മ കൊണ്ട് സംസാരിക്കുക. അതുപോലെ വൽ മൗഇദത്തുൽ ഹസന, മൗഇദത്തുൽ ഹസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അൽ ഖളായ, മന്തിഖിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കേസാണ്. ബുർഹാൻ അല്ലെങ്കിൽ പിന്നെ അവിടെയുള്ള വേറൊരു രൂപമാണ് ഖതാബിയ. ഷറഹുൽ അഖായിദിന്റെ ആരംഭത്തിൽ ബുർഹാൻ തമാനുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുവനാണ്, എന്നാ ഖുർആനിന്റെ ആയത്ത് രണ്ട് ആലിഹത്തുണ്ടെങ്കിൽ ഫസദത്ത, ഈ ആയത്തൊക്കെ ഓതിയിട്ട് ബുർഹാൻ തമാനുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവിടെ ഒരു ചർച്ച ഉണ്ട്. ഇവിടെയുള്ള ഈ ദലീൽ ഇഖ്നാഇയാണോ, അതിൽ നിന്നുള്ള ഇഷാറത്തിലൂടെ ലഭിക്കുന്ന ദലീൽ ഇഷാറത്തിലൂടെ ലഭിക്കുന്നത് ബുർഹാൻ തമാനു ശരി തന്നെയാണ്. എന്നാലും ആ ആയത്ത് അത് ഇഖ്നാഇയാണോ അതല്ല ഖതാബിയാണോ? അപ്പൊ ഖതാബിയായ ഖിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഖിയാസുൽ മുഅല്ലഫു മിനൽ മഖ്ബൂലാത്തി വൽ മദ്നൂനാത്ത്, ഇത് മിക്സ്ഡ് ആയ ഈ രൂപത്തിലുള്ള ഖളിയകളാണ് ഖതാബിയ എന്ന് പറയുന്ന വകുപ്പിൽ ഉൾപ്പെടുക. ഇതാണ് ഖുർആനിന്റെ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തുൽ ഹസന, മൗഇദത്തുൽ ഹസന എന്ന് പറയുന്ന ആ ഒരു സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, അത് മുജാദലയാണ്, ഇൽമുൽ മുജാദല. നമുക്കറിയാം മുജാദല അത്വരീഖത്തുൽ ജദലിയ, ഡയലക്റ്റിക്കൽ ആ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് അൽ ഖിയാസുൽ മുഅല്ലഫു മിനൽ ഖളായ അൽ മഷ്ഹൂറ വൽ മുസല്ലമാത്ത്, ഇത് മുസല്ലമാത്തായ മഷ്ഹൂറായ ഖളിയകളെ മിക്സ് ചെയ്തുകൊണ്ടുള്ള സംസാരങ്ങൾ. ആ രൂപത്തിനാണ് മന്തിഖിൽ നമ്മൾ ജദൽ എന്ന് പ്രയോഗിക്കാറുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ വെളിച്ചം വീശിയ ഈ 3 രീതികളിലേക്ക് നമുക്ക് അതിലേക്ക് കൂടുതൽ ഇൻസൈറ്റ്സ് തരുന്ന ആശയങ്ങളാണ്. അതിനെ കൂടുതൽ സാധൂകരിക്കുന്ന രൂപത്തിലാണ് മന്തിഖിന്റെ കിതാബുകളിലെ ഈ ചർച്ച നമുക്ക് കാണാൻ കഴിയുക. മാത്രമല്ല ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അൽ മബാദിഉൽ ഊല എന്ന് അറബിയിൽ പറയും. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് അത് ഫിക്രിയ, അഖ്ലിയയായ പ്രിൻസിപ്പിൾസ് ആണ്. ഒരു വ്യക്തിയുടെ ബുദ്ധിക്ക് ഒരിക്കലും നിരാകരിക്കാൻ കഴിയാത്ത, ഏതൊരാളും അതിനെ അംഗീകരിക്കാൻ നിർബന്ധിതനാവും. ഫോർ എക്സാമ്പിൾ, ലോകത്ത് മബാദിഉൽ ഊലകൾ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും 2 മബ്ദഅകളാണുള്ളത്, 2 പ്രിൻസിപ്പിൾസ് ആണ്. മബ്ദഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പിൾ. ഒന്ന് മബ്ദഉൽ ഐനിയ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി പ്രിൻസിപ്പിൾ. 2 മബ്ദഉ സബബിയ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് കൊസാലിറ്റി. നമ്മൾ പല ചർച്ചകളിലും വരുന്നതാണ്. ഈ മബ്ദഉൽ ഐനിയ, ഐഡന്റിറ്റി പ്രിൻസിപ്പിൾസിന്റെ അതിൽ നിന്ന് ഇങ്ങനെ അതിൽ നിന്ന് വരുന്ന വേറെ ചില ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന് മബ്ദഉ തനാഖുദ്, ദ ലോ ഓഫ് കോൺട്രാഡിക്ഷൻ. കാരണം ഒരു വിഷയത്തിൽ തനാഖുദ് സംഭവിക്കുക എന്നുള്ളത് ഒരാൾക്കും അതിനെന്ത് ചെയ്യാൻ കഴിയില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു ബുദ്ധിക്കും തനാഖുദ് സാധ്യമാണ്, പോസിബിൾ ആണ് എന്ന് അംഗീകരിക്കാൻ ആർക്കും കഴിയില്ല. അതുപോലെ തന്നെ അതിൻ്റെ കീഴിൽ വരുന്ന നമ്മൾ ഹെഗലിനെ കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഹെഗലിൻ്റെ ചിന്തയിൽ അദ്ദേഹം തനാഖുദ് സാധ്യമാണ് എന്ന് പറഞ്ഞാൽ ഇജ്തിമാഉ നഖിളൈനി മുഹാലാണ് എന്നാണ് നമ്മൾ നമ്മുടെ ശറഉ തഹ്ദീബിൽ പഠിച്ചിട്ടുള്ളത്.
ഇജ്തിമാഉ നഖീലൈനി സാധ്യമാണ് എന്നൊരു വാദം ഹെഗലിനുള്ളതായിട്ട് പറയപ്പെടാറുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റും അതിൻ്റെ ഓപ്പോസിറ്റായ ഒരുപാട് ഫാക്ടറുകൾ അതിൻ്റെ അകത്ത് കടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇജ്തിമാഉ നഖീലൈനി സാധ്യമാണ് എന്ന് പറയാൻ അദ്ദേഹം പറയുന്ന ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ അതൊന്നും യഥാർത്ഥത്തിൽ പരസ്പരം മുത്തനാഖിലൈനി അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം ശറഹു തഹ്ദീബിൽ തനാഖുദിൻ്റെ ബാബിൽ ഒരു രണ്ട് സംഗതികൾ പരസ്പരം മുത്തനാഖിലാവണമെങ്കിൽ 8 ഷർത്തുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദർ തനാഖുദ് ഹഷ്ത് വഹദത്ത് ഷർത്ത് ദാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈത്തൊക്കെ അവിടെ കൊടുത്തതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഹെഗൽ പറയുന്ന ഉദാഹരണത്തിൽ ഈ ഷർത്തുകളൊന്നും ഒത്തിട്ടില്ല. അദ്ദേഹം 2 സംഗതികൾ എടുത്ത് ഇത് രണ്ടും പരസ്പരം കോൺട്രാഡിക്ടറി ആണ്, ഇപ്പോൾ രണ്ടും ഒന്നിച്ചു വന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ അത് പരസ്പരം കോൺട്രാഡിക്ടറി ആയ സാധനങ്ങളല്ല. മന്തിക്കിൻ്റെ ഈ 8 നിബന്ധനകൾ പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് കോൺട്രാഡിക്ടറി അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. അത് ഈ മന്തിക്ക് സൂര്യയെ തകർക്കാനുള്ളൊരു ശ്രമം വ്യാപകമായിട്ട് പിൽക്കാലത്ത് നടന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മന്തിക്ക് സൂര്യക്കെതിരെ തിരിഞ്ഞ പണ്ഡിതന്മാർ തന്നെ ഉണ്ട്. ഞാനത് പറയാം. ഇബ്നു തൈമിയ്യ അവർക്ക് 1ലധികം കിതാബുകൾ അർ-റദ്ദു അലൽ മന്തിഖീൻ ഉൾപ്പെടെയുള്ള അവരുടെ മജ്മുഅത്തുൽ ഫതാവയിൽ പ്രത്യേകമായ ചില റിസാലകൾ മന്തിഖിനെ വിമർശിച്ചുകൊണ്ട് മന്തിഖിനെ സപ്പോർട്ട് ചെയ്ത അയിമ്മത്തിനെ, പ്രത്യേകിച്ച് ഇമാം ഗസാലി റഹിമഹുല്ലയൊക്കെ ശക്തമായി വിമർശിക്കുന്ന ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പോൾ മന്തിഖ് സൂരിക്കെതിരെയുള്ള പരാമർശങ്ങൾ ഉലമാക്കളുടെ ഇടയിൽ തന്നെ ഒരു വിഭാഗം പണ്ഡിതന്മാർക്കുണ്ട്. അതിന് പുറമെ പിൽക്കാലത്ത് രൂപപ്പെട്ട ഒരു ട്രെൻഡ് നമുക്കറിയാം, സയൻറ്റിസം അല്ലെ, നമ്മളെല്ലാ സംഗതികളെയും ഒബ്സർവേഷനിലൂടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തിരിച്ചറിയണം. അങ്ങനെ നിരീക്ഷണങ്ങളിലൂടെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അത് സയൻറ്റിഫിക് ആകുന്നത്. നമ്മൾ ഇൽമിന്, സയൻസിന് അറബിയിൽ നമ്മൾ ഇൽമ എന്നാ പറയാം. ഇൽമി ആവണം എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് ആവണം. അപ്പോൾ സയൻസ് അല്ലാത്ത, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തതൊന്നും എന്തല്ല, സയൻറ്റിഫിക് അല്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് ക്രമേണ പിൽക്കാലത്ത് ആളുകളെ കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ട്. അത് വലിയൊരു അജണ്ടയായിരുന്നു. ഷെയ്ഖ് ബൂത്തി അവരുടെ കുബറൽ യഖീനിയാത്തിലും അതുപോലെ ഷെയ്ഖ് മുസ്തഫ സുബരി അവരുടെ മൗഖിഫുൽ അഖലിലും ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്ത ഒരു വിഷയമാണത്. അതുകൊണ്ട് പിൽക്കാലത്ത് വന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഫ്രാൻസിസ് ബേക്കണെ പോലെയുള്ള ആളുകൾ അവർ അതിന് നന്നായിട്ട് ഹൈപ്പ് കൊടുത്തു. നമ്മളിങ്ങനെ മന്തിഖിയായ അഖ്ലിയായ ചിന്തകൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, നിരീക്ഷണ പരീക്ഷണങ്ങൾക്കാണ്. അതുകൊണ്ട് മന്തിഖ് സൂരി അത് വളരെ ഓൾഡാണ്, അത് നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കേണ്ടതില്ല. പുതിയ കാലത്ത് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമ്മൾ മന്തിഖുൽ മാദ്ദിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന രൂപത്തിലുള്ള ചിന്തകൾ ഉയർന്നു വന്നു. അതിൻ്റെ ഒരു അനുരണനായിരുന്നു ഈജിപ്തിലൊക്കെ ഉണ്ടായ ചില ചിന്തകന്മാർ, ചില മുസ്ലിം പണ്ഡിതന്മാർ. ഫോർ എക്സാമ്പിൾ ഫരീദ് വജ്ദി, അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടാവും. ഫരീദ് വജ്ദിയെ പോലെ, മുസ്തഫ മറാഗയെ പോലെ, മഹ്മൂദ് ഷെൽത്തൂത്തിനെ പോലെ ഉള്ള ഒരുപാട് ആളുകൾ, മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിനെ പോലെയുള്ള ആളുകൾ, അവരൊക്കെ പറഞ്ഞത് അള്ളാഹു ഉണ്ട് എന്ന് തെളിയിക്കാൻ നമുക്ക് നല്ല തെളിവുകൾ വേണം. അപ്പോൾ ഇതുവരെയുള്ള തെളിവിനൊക്കെ എന്താ പ്രശ്നം? ഇതുവരെയുള്ള തെളിവുകളൊക്കെ ആക്ലിയായ തെളിവുകളാണ്. ആ തെളിവുകളെ കൊണ്ടൊന്നും നമുക്ക് വെസ്റ്റിന് അള്ളാഹു ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് സയൻസ്. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ട് തന്നെ അള്ളാഹുവിനെ പരിചയപ്പെടുത്താനുള്ള ആർഗ്യുമെൻറ്റുകളും രീതികളും നമുക്ക് ആവശ്യമാണ്. നിങ്ങളാലോചിച്ച് നോക്കൂ, മെറ്റാഫിസിക്കലായ അല്ലെങ്കിൽ നമുക്ക് ഈ ഫിസിക്സിൻ്റെ നിയമങ്ങൾക്കുള്ളിൽ രൂപപ്പെടുത്താൻ കഴിയാത്ത ഈ നിയമങ്ങളെ തന്നെ രൂപപ്പെടുത്തിയ, ഇതിന് പുറത്തു നിൽക്കുന്ന അള്ളാഹുവിനെ എങ്ങനെയാണ് സയൻസിൻ്റെ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ഥിരപ്പെടുത്താൻ കഴിയാം? ഒരിക്കലും കഴിയില്ല. സയൻസ് വളരെ പരിമിതമാണ്. കാരണം പദാർത്ഥബന്ധിതമായ സയൻസിൻ്റെ ആലോചന തുടങ്ങുന്നത് സബ്സ്റ്റൻസിൽ നിന്നാണ്. സബ്സ്റ്റൻസിൽ നിന്ന് മാത്രമേ സയൻസിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതല്ലാത്ത ഫിലോസഫിക്കലായ ക്വസ്റ്റ്യൻസിനെ അഡ്രസ്സ് ചെയ്യാൻ സയൻസിന് ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് മുസ്തഫ സുബരി ഈ നമ്മുടെ മന്തിഖ് സൂര്യയെ നന്നായിട്ട് തഈദ് ചെയ്ത് സംസാരിച്ച, അതിനെതിരെ പലരും ഉയർത്തിയ ഒബ്ജക്ഷൻസിന് കൃത്യമായി മറുപടി കൊടുത്ത പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം മുസ്തഫ സുബരി എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള ഈ മബാദികൾ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ മബ്ദഉൽ ഐനിയത്തിൻ്റെ രണ്ടാമത്തെ ഒരു കാറ്റഗറി ആയിട്ട് വരുന്നത് മബ്ദഉ തനാവുബ്, ദ ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ. നമ്മുടെ കിതാബിലൊക്കെ ഉള്ളതാണ്. നമ്മൾ ഇജ്തിമാഉ നഖീലൈനി മുഹാലായതുപോലെ തന്നെ എന്തും മുഹാലാണ്, പരസ്പരം റഫ്അ ചെയ്യാം. ഇതും ഇല്ല അതും ഇല്ല, ഇതുമുണ്ട് അതുമുണ്ട്, രാവും പകലും ഉണ്ട്, അല്ലെങ്കിൽ രാവും ഇല്ല പകലും ഇല്ല. ഇത് ശരിയല്ല. ഇതിൽ ഏതോ ഒന്ന് മാത്രമേ നമ്മൾ മാനിയാത്തുൽ ജംഉം മാനിയാത്തുൽ ഖുലുവും ഒക്കെ നമ്മുടെ മന്തിഖിന്റെ കിതാബുകളിൽ ചർച്ച ചെയ്തതാണ്. ഈ സാധനങ്ങളൊക്കെ ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല, അത്രമേൽ വ്യക്തമാണ് ഈ സംഗതികൾ എന്നർത്ഥം.
അപ്പൊ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഇൽമുൽ കലാമിൽ വരുന്നത് കൊണ്ട് മന്തിഖിനെ അവഗണിക്കാൻ ഒരാൾക്കും കഴിയില്ല. മഹാനായ ഇമാം ഷീറാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ വിഷയത്തിൽ കാണാം. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ഒമൻ തൊലബൽ ഉലൂമ അല്ലത്തി ലാ യുഅ്മനു ഫീഹൽ ഗലത്തു വലാ യഅലമുൽ മന്തിഖ ഫഹുവ കഹാത്തിബി ലൈലിൻ വകറാമിദിൽ ഐൻ ലാ യഖ്ദിറു അലൻ നദർ ഇല അല്ലാഹി ലാ ലിബുഖൽ بل لنقصان الاستعداد والصواب الذي يصدر من غير المنطق كرمية من غير رام ومداوات عجوز والمنطق يصلح لأبناء الملوك التي يتوقع منهم أن يصيروا ملوكا لا ليعلموا الاقترانات الشرطية ولوازم المتصلات والمنفصلات بل ليعرفوا الصناعات الخمس. മന്തിഖ് പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, ഒരു ഉപകാരമായിട്ട് ഇമാം ഷിറാസി സൂചിപ്പിക്കുന്നത്, പിന്നെ രാജാക്കന്മാരുടെ മക്കള് അവർ രാജാക്കന്മാരാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മന്തിഖ് പഠിക്കണം. എന്തിനാ മന്തിഖ് പഠിക്കണേ? അതിലുള്ള ഇഖ്തിറാനിയ, ഖളിയ, ശർത്തിയ ഇതൊക്കെ ഇങ്ങനെ മനഃപ്പാടമാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സിനാഅത്തുൽ ഖംസ്. സിനാഅത്തുൽ ഖംസ് എന്ന് പറഞ്ഞാൽ അൽ ഖിതാബ വശിഅർ, ബുർഹാൻ, ജദൽ, സഫ്സത ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും മന്തിഖ് അനിവാര്യമാണ്. ഇനി ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ അതുകൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് പരിചയമുള്ള ചിന്തകനായിരിക്കും ഡീകാർട്ട്, ഫ്രഞ്ച് ഫിലോസഫറായ ഡീകാർട്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊഗിറ്റോ ഹെർഗോസം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അന ഉഫക്കിർ ഇദൻ ഫ അന മൗജൂദ്, അല്ലെ, ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്. പൊതുവെ ദക്കാർത്തെ കുറിച്ച് പറയാറുള്ളത്, അദ്ദേഹം വിഷയങ്ങളിലൊക്കെ ഒരു അശക്കുൽ മുത്തലഖ്, ഒരു സംശയം, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ സംശയിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു രീതി അദ്ദേഹത്തിനുള്ളതായിട്ട് പറയാറുണ്ട്. എന്നാൽ വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റുള്ള പ്രത്യേകിച്ച് ഇമ്മാനുവൽ കാന്റിനെ പോലെയുള്ള സ്കെപ്റ്റിസിസത്തിൻ്റെ ഫൗണ്ടേഴ്സും അതിൻ്റെ ഫാദേഴ്സുമായിരുന്ന ഒരുപാട് യൂറോപ്യൻ ചിന്തകന്മാരെ പോലെയുള്ള ഒരു ചിന്തകനായിരുന്നില്ല ഡീകാർട്ട്. സംശയിക്കണം, സംശയത്തെ നിങ്ങൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം, അഥവാ മറ്റുള്ള സ്കെപ്റ്റിസിസ്റ്റുകളെ പോലെയുള്ള ഒരു സ്കെപ്റ്റിസിസ്റ്റ് ആയിരുന്നില്ല ഡീകാർട്ട്. ഡീകാർട്ട് സംശയത്തെ മുന്നോട്ട് വെക്കാനുള്ള കാരണം നമുക്കറിയാം, ലോകത്ത് പല കാലങ്ങളിലായിട്ട് സൂഫസ്തായിയ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സോഫിസം പല കാലങ്ങളിൽ രൂപപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. പഴയകാല സോഫിസത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ പ്രോട്ടഗോറസിനെ കുറിച്ച് പറയാറുണ്ട്, ജോർജിയാസിനെ കുറിച്ച് പറയാറുണ്ട്. പ്രോട്ടഗോറസിനെയും ജോർജിയാസിനെയുമാണ് പിന്നെ പഴയ കാലത്തുള്ള സോഫിസം എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഫാദേഴ്സ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. അദ്ദേഹം പറഞ്ഞത്, മാൻ ഈസ് ദ മെഷർ ഓഫ് ഓൾ തിങ്, അൽ ഇൻസാനു മിഖ്യാസു കുല്ലി ഷൈ. ഒബ്ജക്റ്റീവായിട്ടൊരു ശരി ഇല്ല, ഓരോരുത്തർക്കും അവനവൻ്റെ ശരികളാണ്. പിന്നെ ഷറുലക്കായിദിൽ നമ്മൾ ചർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണല്ലോ, ഹഖായിഖുൽ അഷ്യാഇ സ്ഥാപിത എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും റിയലബിളായ റിയലിസം എന്ന് പറയുന്ന ഒരു സ്കൂളില്ല. എല്ലാം ഒബ്ജക്റ്റീവാണ്, സബ്ജക്റ്റീവാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വാദങ്ങൾ പല കാലങ്ങളിൽ ജോർജിയാസും പ്രോട്ടഗോറസും തുടങ്ങിയ ഈ വാദത്തെ പിന്നീട് വന്ന അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, സോക്രട്ടീസ് ഇവരൊക്കെ ശക്തമായിട്ട് അതിനെതിർത്തു. കാര്യങ്ങളൊക്കെ ഉണ്ട്, റിയലാണ്, വേൾഡ് റിയലാണ് എന്നുള്ളൊരു പോയിന്റിലേക്ക് പോയി. പ്ലാറ്റോ അത് കുറച്ചും കൂടെ വേറെ പോയിട്ട് ഒരു ഐഡിയലിസം എന്ന് പറയുന്ന സ്കൂളാക്കി മാറ്റി. അങ്ങനെ പിൽക്കാലത്ത് ചില സമയങ്ങളിൽ സോഫിസ്റ്റുകൾ കുറച്ച് ആളുകൾ വരും, അടുത്ത ചിന്തകന്മാർ അവരെ എതിർത്തുകൊണ്ട് സംസാരിക്കും. അങ്ങനെ യൂറോപ്യൻ ചിന്തകന്മാരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ യൂറോപ്യൻ ചിന്തകരിൽ പൊതുവെ അവർ സ്കെപ്റ്റിസത്തോടായിരുന്നു അവരുടെ താല്പര്യം. ഒന്നുമില്ല, എല്ലാം ഇല്ലാത്തതാണ്, എല്ലാത്തിനും സംശയമാണ്. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് സംശയം ഇല്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നത് സംശയം മാത്രം. സംശയം അവർക്കുണ്ടല്ലോ, അപ്പോൾ ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരു സംഗതി അവർക്ക് എന്തുമാത്രമായിരുന്നു? സംശയം മാത്രമായിരുന്നു. അപ്പോൾ ദക്കാർത്ത് ചെയ്തത് ആ സംശയത്തെ പിടിച്ചുകൊണ്ട് ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കായിരുന്നു. കാരണം ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തുമില്ല, സംശയമില്ല. പക്ഷെ സംശയം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ദക്കാർത്ത് ആ സംശയം എന്നുള്ളൊരു പോയിന്റ് പിടിച്ചുകൊണ്ടാണ് ദക്കാർത്ത് സംസാരിച്ചത്. ദക്കാർത്ത് ദൈവത്തെ സ്ഥിരപ്പെടുത്തിയ ചിന്തകനാണ്. പൊതുവെ നമുക്കറിയാം, ഷറഹുൽ അഖായിദിലൊക്കെ നമ്മൾ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുന്ന ഒരു രീതി എങ്ങനെയാണ്? മുഹ്ദസാത്തുകൾ ഇവിടെ ഉണ്ട്, അല്ലെ, ലോകം, ഈ പ്രപഞ്ചം എല്ലാം ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ആ മുഹ്ദസാത്തുകൾക്ക് ആരാവശ്യമാണ്? ഒരു മുഹ്ദിസ് ആവശ്യമാണ്. വൽ മുഹ്ദിസു ഹുവല്ലാഹു തആല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യൂണിവേഴ്സിൽ നിന്ന് പിന്നെ അള്ളാഹുലേക്ക് എത്തുകയാണ്. എന്നാൽ ദക്കാർത്ത് നേരെ തിരിച്ചാണ്. അദ്ദേഹം പറയുന്നത് ഇന്നല്ലാഹ മബ്ദഉൽ ഇൽമി കമാ അന്നഹു മബ്ദഉൽ വുജൂബ് നഹ്നു നുദ്രികു വുജൂദല്ലാഹി ബിലാ വാസിത. ഒന്നിൻ്റെയും സഹായം ഇല്ലാതെ ദൈവത്തിൻ്റെ ഉണ്മ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറയുന്നുണ്ട്, ദൈവം ഇവിടെ എന്തായാലും ഉണ്ട്, അല്ലാതെ ഈ പ്രപഞ്ചമൊക്കെ ഇവിടെ ഉണ്ട്,
അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയ ഒരാൾ വേണം. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു രീതിയല്ല മൂപ്പര് ചെയ്യുന്നത്. മൂപ്പര് നേരെ ആദ്യം മൂപ്പർക്ക് ബോധ്യപ്പെടുന്നത് ദൈവമുണ്ട് എന്നുള്ളൊരു പോയിന്റാണ്. ദൈവമുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ട് എന്ന് മൂപ്പര് പറയണേ. കാരണം ഇതൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്, ഈ പ്രപഞ്ചം ഉണ്ട് എന്നാണല്ലോ നമ്മൾ ഫീൽ ചെയ്യുന്നത്, ഇതില്ല എന്നാരും പറയാറില്ല. അപ്പൊ നമ്മളിത് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടാൻ ഒരിക്കലും സാധ്യതയല്ല. അപ്പൊ ദൈവം നേരത്തെ ഉണ്ട്, ദൈവം ഉണ്ടെങ്കിൽ ഇതും ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആദ്യം സ്ഥിരപ്പെടുത്തി പിന്നെയാണ് മൂപ്പര് യൂണിവേഴ്സിനെ സ്ഥിരപ്പെടുത്തുന്നതിലേക്ക് എത്തുന്നത്. ഈ ഒരു രീതിയെക്കുറിച്ച് മുസ്തഫ സബരി അവരുടെ മൗഖിഫിൽ പറയുന്നുണ്ട്. വഹുവ തൗറുൻ യലീഖു ബി ഖവാസിൽ ഉഖല. അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ട്രാറ്റജി അത് സാധാരണ ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല, പ്രത്യേകമായ ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രം പറ്റുന്ന ഒരു രീതിയാണ് ദീക്കാർത്ത് വിശദീകരിക്കുന്നത് എന്ന് മുസ്തഫ സബരി പറയുന്നുണ്ട്. മുസ്തഫ സബരി ദീക്കാർത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരം തുടങ്ങുന്നത് മൂപ്പര് അദ്ദേഹത്തെ നന്നായിട്ട് പ്രൈസ് ചെയ്തുകൊണ്ടാണ്, മദ്ഹ് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നത് ഇന്നി ജിദ്ദു മുഅ്ജിബിൻ ബി ഈമാനി ഹാദർ റജുലിൽ അലീം. ഈ അലീമായ മനുഷ്യന്റെ വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തുന്നു, എനിക്കത് വളരെ സന്തോഷം തോന്നി എന്ന് പറഞ്ഞിട്ടാണ് ദിക്കാർത്ത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സ്റ്റേറ്റ്മെന്റ്, ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്, അന മുഫക്കിർ ഇദൻ ഫഅന മൗജൂദ്, ഇത് നമ്മുടെ മന്തിക്കിലെ ഒരു ഖിയാസാണ്. ഉദാഹരണം, ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്. അവിടെ ഒരു 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 പ്രിമൈസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് പ്രിമൈസാണ് ഏത്? ഞാൻ ചിന്തിക്കുന്നു. നിങ്ങളിവിടെ അല്ലേ മന്തിക്കാവുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉറക്ക് വരാൻ സാധ്യതയുണ്ട്. അനമുഫക്കിർ, ഞാൻ ചിന്തിക്കുന്നു, അതാണ് ഇതിലെ ഫസ്റ്റ് പ്രിമൈസ്. സെക്കൻഡ് പ്രിമൈസ് ആയിട്ടൊരു പ്രിമൈസ് ഉള്ളത്, അങ്ങനെ ആരൊക്കെ ഏതൊക്കെ വസ്തു ചിന്തിക്കുന്നുണ്ടോ അതൊക്കെ ഉണ്ട് അല്ലേ. ഞാൻ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് കുല്ലുമാ യുഫക്കിർ ലാബുദ്ധ അയ്യക്കൂന മൗജൂദൻ, ചിന്തിക്കുന്നതൊക്കെ ഉണ്ടാവണം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു, ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവണം, അതുകൊണ്ട് ഞാൻ ഉണ്ട്. ഇതാണ് മൂപ്പരുടെ ആ ഒരു രീതി. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മന്തിഖിയല്ല. ഇതിനെ കുറിച്ച് നമ്മൾ പറയാം അൽ മുസാദറത്തു അലൽ മത്ലൂബ് എന്നാ പറയാം. എന്ന് പറഞ്ഞാൽ ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയും. അതൊരു ഫാലസിയാണ്. അപ്പൊ നമ്മൾ മന്തിഖിൽ ഉഗലൂത്തുകളെ കുറിച്ചൊക്കെ പഠിക്കും. ഉഗലൂത്തുകളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് മന്തിഖിയല്ല, ഫാലസിയാണ്. ഈ ബെഗിങ് ദ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അൽ മുസാദറത്തു അലൽ മുത്താലബ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശ്യം നമുക്കിവിടെ നെത്തീജയാണല്ലോ കിട്ടേണ്ടത് അല്ലേ. അഥവാ ദക്കാർത്ത് ഉണ്ട് എന്നുള്ള പോയിന്റിലേക്കാണ് എത്തേണ്ടത്. അതിന് അദ്ദേഹം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രിമൈസ് എന്താണ്? ഞാൻ ചിന്തിക്കുന്നു, ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഉണ്ട്. അപ്പൊ ഞാൻ ഉണ്ട് എന്ന റിസൾട്ട് ഇവിടെ ആദ്യം തന്നെ അത് അദ്ദേഹം സമ്മതിക്കുകയാണ്. ശരിക്കും ഈ രണ്ട് പ്രിമൈസുകൾ സ്വതന്ത്രമാവണം, എന്നിട്ട് അത് കൂട്ടി വായിച്ചാൽ ലാസ്റ്റ് കൺക്ലൂഷൻ നമുക്ക് കിട്ടണം. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇവിടെ അദ്ദേഹത്തിന് ആവശ്യമുള്ള കൺക്ലൂഷൻ എന്താ? കൺക്ലൂഷൻ ഞാൻ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തലാണ്. ഇത് നേരത്തെ ഫസ്റ്റ് പ്രിമൈസിൽ സ്ഥിരപ്പെട്ടു. എവിടെ? അന ഉഫക്കിർ എന്ന് അദ്ദേഹം പറഞ്ഞേ, ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്നതിനെയും ചിന്തിക്കുന്നു എന്നതിനെയും കണക്ട് ചെയ്തു അദ്ദേഹം. നമുക്കറിയാം അതൊരു ഒരു ഒരു പിന്നെ എന്താ പറയുക, അതൊരു പ്രിമൈസാണ്. ആ പ്രിമൈസിൽ ഒരു മൗദൂഉം മഹ്മൂലും ഉണ്ട്, ഞാൻ എന്നതിനെയും ചിന്തിക്കുന്നു എന്നതിനെയും. അപ്പോൾ ചിന്തിക്കുന്നു എന്നുള്ള പ്രോസസ്സ് പൂർണ്ണമാവണമെങ്കിൽ ഒന്നാമത്തെ പ്രിമൈസിൽ തന്നെ ആരുണ്ടാവണം? ഞാനുണ്ടാവണം. എന്നാൽ ഞാനുണ്ട് എന്ന നെത്തീജയിലേക്കാണ് അദ്ദേഹത്തിന് എത്താനുള്ളത്. പക്ഷേ ആ നെത്തീജ ഇവിടെ തന്നെ വന്നു. അതൊരിക്കലും ലോജിക്കലി ശരിയല്ല. അപ്പൊ അത് ഈ ഒരു രൂപത്തിലുള്ള, അഥവാ നെത്തീജ പിന്നീട് സ്ഥിരപ്പെടുത്തേണ്ട നെത്തീജ അതിപ്പോൾ സ്ഥിരപ്പെടുത്തിയിട്ട് നമ്മൾ ചർച്ച തുടങ്ങാം. ഇതെങ്ങനെ ശരിയാവുക? ഈ രൂപത്തിനാണ് നമ്മൾ ബെഗിങ് ദ ക്വസ്റ്റ്യൻ അൽ മുസാദറത്തു അൽ മുത്താലബ എന്ന് പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വന്ന ഈ ഫോൾട്ട് നമുക്ക് എങ്ങനെ മനസ്സിലായത്? നമുക്ക് മനസ്സിലായത് തഫ്താസാനി ഇമാം ശറഹു തഹ്ദീബിൽ പറഞ്ഞൊരു ഇബാറത്താണ്. നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ മനസ്സിലാക്കുമ്പോൾ എവിടെയാണ് ഈ ഇബാറത്തുകൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുകൂടെ മനസ്സിലാക്കിയാൽ മതി. തഫ്താസാനി ഇമാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാം. നമ്മളെ തഹ്ദീബുൽ മന്തിഖിൽ തന്നെ ഉള്ളതാണ്. മഹാനായ ഇമാം യസ്ദി ശറഹു തഹ്ദീബിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. വലാ ബുദ്ദ ഫിൽ മൂജബത്തി മിൻ വുജൂദിൽ മൗളൂഇ ഇമ്മാ മുഹഖഖൻ വഹിയൽ ഖാരിജിയ. മൂജബയിൽ എന്തുണ്ടായിരിക്കൽ നിർബന്ധമാണ്? മൗളൂഇ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. മൂജബയായ ഖളിയയാണെങ്കിൽ, മൂജബ സാലിബ അല്ലേ, ഞാൻ ചിന്തിക്കുന്നു എന്നത് ഏത് ഖളിയയാണ്? അത് മൂജബയാണ്. ഞാൻ ചിന്തിക്കുന്നു മൂജബയാണ്. മൂജബയായ ഖളിയ ശരിയാവണമെങ്കിൽ അതിൽ ആരുണ്ടായിരിക്കണം? മൗളൂഇ ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു എന്നതിൽ ചിന്തിക്കുന്നു എന്നുള്ളത് മാത്രം ഉണ്ടാവില്ല ഞാനില്ലാതെ. അപ്പോൾ ആ ഖളിയ ശരിയാവണമെങ്കിൽ ഞാൻ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ പറച്ചിലിൽ ഞാൻ ആദ്യമേ ഉണ്ടായിരിക്കണം. അപ്പോൾ പിന്നെ അവസാനം കൺക്ലൂഷനിൽ
കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കൺക്ലൂഷനെ സാധൂകരിക്കുന്ന പ്രിമേസ് കൊണ്ടുവരിക. ഈ ഒരു രൂപത്തിലുള്ള ഖളിയകളെ കുറിച്ചാണ് നമ്മൾ ഈ ബെഗ്ഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയാം. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായത് ഏത് നിയമം പരിഗണിച്ചതുകൊണ്ടാണ്? മന്തിഖിന്റെ ഈ നിയമം പരിഗണിച്ചത് കൊണ്ടാണ് എന്നർത്ഥം. ദക്കാർത്തയുടെ ഈ ഒരു ആശയത്തെ പലരും എതിർത്തിട്ടുണ്ട്. ഇപ്പൊ മുഹമ്മദ് ബാഖിർ സൊദർ, അദ്ദേഹത്തിന്റെ ഫൽസഫത്തുന എന്ന് പറയുന്ന അവർ ഫിലോസഫി എന്നുള്ള പേരിൽ ഇംഗ്ലീഷിൽ ഇത് ട്രാൻസ്ലേറ്റഡ് ആണ്. നമ്മൾ വായിക്കേണ്ട ഒരു നല്ല വർക്കാണ്. അവർ ഷിയയാണെങ്കിലും മന്തിഖുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നല്ല ഡിസ്കഷൻസ് നമുക്കതിൽ കാണാം. അതുപോലെ മുർത്തല മുത്തഹരി അദ്ദേഹത്തിന്റെ അൽ അദ്ലുൽ ഇലാഹി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ദക്കാർത്തിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ത്വാഹ അബ്ദുറഹ്മാൻ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മൊറോക്കൻ ചിന്തകനും ഫിലോസഫറുമാണ് ത്വാഹ അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിന്റെ ഫിഖ്ഹുൽ ഫൽസഫ എന്ന് പറയുന്ന പുസ്തകത്തിലും ദീകാർത്തയുടെ ഈ ഒരു ആശയത്തെ എതിർത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഡീകാർത്ത് മുന്നോട്ട് വെച്ച ദൈവത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഡീകാർത്ത് മുന്നോട്ട് വെച്ച വേറൊരു ആർഗ്യുമെന്റ് ആണ് ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ്. ഓന്തോളജിക്കൽ ആർഗ്യുമെന്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ദൈവം ഉണ്ട് എന്നാണ് സ്ഥിരപ്പെടുത്തേണ്ടത്. നമ്മുടെ നെത്തീജ ദൈവമുണ്ട്. അതിന് അദ്ദേഹം സ്ഥിരപ്പെടുത്തുന്നത് ദൈവം എന്ന് പറയുന്നത് എല്ലാ പരിപൂർണതകളെയും ഒരുമിച്ച് കൂട്ടിയവനാണ്. അപ്പോഴല്ലേ ഒരാൾ ദൈവമാവുമല്ലോ. ഏതെങ്കിലും തരത്തിൽ നുക്സാൻ ഉണ്ടെങ്കിൽ ദൈവമാവില്ലല്ലോ. അതുകൊണ്ട് ദൈവം എല്ലാ കമാലാത്തുകളെയും ഒരുമിച്ച് കൂട്ടിയവനാണ്. ഉണ്മ ഇല്ലായ്മ, ഇതിലേതാണ് കമാല്? ഉണ്മയാണ്. ഒരു വസ്തു ഇല്ലാതിരിക്കുന്നതിനേക്കാൾ പൂർണ്ണത എപ്പോഴായിരിക്കും? ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ദൈവം എല്ലാ കമാലാത്തുകളെയും ഒരുമിച്ച് കൂട്ടിയവനാണ്. ഇല്ലായ്മയേക്കാൾ പൂർണ്ണത ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് ആരുണ്ട്? ദൈവമുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലാണ് വരിക. കാരണം ഇദ്ദേഹത്തിന്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാവണമെങ്കിൽ അത് മൂജബയായ ഖളിയാണ്. ദൈവം എല്ലാ കമാലാത്തുകളെയും ഒരുമിച്ച് കൂട്ടിയവനാണ്. ഈ എല്ലാ കമാലാത്തുകളെയും ഒരുമിച്ച് കൂട്ടിയവൻ എന്നത് മാത്രം നിലനിൽക്കൂല. ആരില്ലാതെ? ദൈവമില്ലാതെ. അപ്പൊ നമുക്ക് സ്ഥിരപ്പെടുത്തേണ്ട, കൺക്ലൂഷനിൽ വരേണ്ട വുജൂദുൽ ഇലാഹ്, അള്ളാഹ് വുജൂദ് അല്ലെങ്കിൽ വുജൂദുള്ള എന്നുള്ള പോയിന്റ് എവിടെ തന്നെ വന്നു? ഫസ്റ്റ് പ്രിമേസിൽ തന്നെ വന്നു. ഇതും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത് നമ്മുടെ ഈ നിയമം കൊണ്ടാണ്. അതുകൊണ്ട് മന്തിക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് അന്ന സിദ്ഖൽ ഖളിയത്തിൽ മൂജബ മശ്റൂത്തുൻ ബി വുജൂദി മൗളൂഇഹാ. മൂജബയായ ഖളിയത്ത് ശരിയാവണമെങ്കിൽ അതിന്റെ കൂടെ ആരുണ്ടാവണം? മൗളൂഅ് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞങ്ങളോട് പറയാണ് അൽ അൻഖാ ഉ തത്തീർ. അൻഖ എന്ന് പറഞ്ഞാൽ ആനറാഞ്ചി പക്ഷി എന്ന് പറയുന്നത്. അൽ അൻഖാ ഉ തത്തീർ, ആനറാഞ്ചി പക്ഷി പറക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് കാദിബായ സ്റ്റേറ്റ്മെന്റ് ആവും. കാരണം അൻഖ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലെങ്കിൽ പിന്നെ അത് മൂജബായ ഖളിയ എന്താവൂല? ശരിയാവൂല. എന്നാൽ ഞാൻ എന്ത് പറയാണ്? അൽ അൻഖാ ഉ ലാ തത്തീർ എന്ന് പറയാണ്. അൻഖാവ് പറക്കൂല. ആ സ്റ്റേറ്റ്മെന്റോ അത് ശരിയാണ്, അത് സ്വാദിക്കാണ്. കാരണം സാലിബയായ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിൽ മൗളൂഅ് വേണമെന്നില്ല. മൂജബയായ ഖളിയയാണെങ്കിലാണ് ഈ നിയമം മന്തിക്കിൽ പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ വിഷയം നോക്കുമ്പോഴും നമുക്ക് ഇതിൻ്റെ ഒരു കണക്ഷൻ കൃത്യമായി ബോധ്യപ്പെടും. ഇബ്നു തൈമിയ്യയുടെ കേസ് പറഞ്ഞാൽ അദ്ദേഹം മന്തിക്കിനെ കുറിച്ച് പറഞ്ഞത്, മന്തിക്കിന്റെ കിതാബുകളെ കുറിച്ച് പറഞ്ഞത് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് വായിക്കാം. അമ്മ കുത്തുബുൽ മന്തിക് ഫതിൽക ലാ തശ്തമിലു അലാ ഇൽമിൻ യുഅ്മറു ബിഹി ശർഅൻ. ശർഅൻ നിലക്ക് കൽപ്പന ഉള്ള ഒരു ഇൽമല്ല മന്തിക്. വഖാല ബഅദുൻ നാസ് ഇന്നൽ ഉലൂമ ലാ തഖൂമു ഇല്ലാ ബിഹി. എല്ലാ വിജ്ഞാനങ്ങളും മന്തിക് കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. കമാ ദക്കറ ദാലിക അബൂ ഹാമിദ്, ആര് പറഞ്ഞ പോലെ? ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഫഹാദാ ഗലത്തുൻ അളീമുൻ അഖ്ലൻ വശർഅൻ വൽ ബലീദു ലാ യന്തഫിഉ ബിഹി വദ്ദകിയ്യു ലാ യഹ്താജു ഇലൈഹി എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മുഅത്തുൽ ഫതാവയിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അവര് എല്ലാ മേഖലയിലും ഗ്രന്ഥങ്ങൾ എഴുതിയ വലിയ പണ്ഡിതനാണ്. അവർക്ക് അവരുടെ 19ാമത്തെ വയസ്സിൽ എഴുതിയ ഒരു കിതാബാണ് അൽ ഖൗലുൽ മുശ്രിഖ്. മന്തിക്കിനെ എതിർത്തുകൊണ്ട് എഴുതിയ കിതാബാണ്. പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷം ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങളൊക്കെ റെഫർ ചെയ്തുകൊണ്ട് അതിനെ ചുരുക്കിക്കൊണ്ട് മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് എഴുതിയ മറ്റൊരു ഗ്രന്ഥമാണ് സൗനുൽ മന്തിഖി വൽ കലാം. മന്തിഖിനെയും ഇൽമുൽ കലാമിനെയും കൂടുതൽ പഠിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗ്രന്ഥം. ഇതിൽ മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ആദ്യമായി കൊണ്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവ്, ഈ ഇൽമൊന്നും എന്നും ഉണ്ടായിരുന്നില്ല.
ഫി അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വഹത്തഹുൽ ഇമാമു ഷാഫിഈ, ഷാഫിഈ ഇമാമ് മന്തിഖിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിച്ചൊരു ഇൽമ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ടതില്ല. അപ്പൊ ഷാഫി ഇമാമിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഷാഫി ഇമാം ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്: മാ ജഹിലന്നാസു വലഖ്തലഫു ഇല്ലാ ലിതർക്കിഹിം ലിസാനൽ അറബി വമൈലിഹിം ഇലാ ലിസാനി അറസ്താലീസ്. ജനങ്ങളൊക്കെ ജഹിൽ ഉണ്ടാവാനുള്ള കാരണം നബി സല്ലല്ലാഹു അറബി ഭാഷ ഒഴിവാക്കിയ ആളുകളൊക്കെ, എന്നിട്ട് എവിടേക്ക് പോയി? അരിസ്റ്റോട്ടിലിന്റെ വിജ്ഞാനം പഠിക്കാൻ വേണ്ടി പോയതാണ് ലോകത്തിന്റെ അജ്ഞതക്ക് കാരണം എന്ന് ഷാഫിഈ ഇമാം പറഞ്ഞിട്ടുണ്ട്. അത് മന്തിഖിനെ കുറിച്ചാണ്, അതുകൊണ്ട് മന്തിഖ് പഠിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ ഉള്ള ഒരു നരേഷനിലേക്ക് ഷാഫി. അപ്പോൾ ഈ ഒരു സംഗതിയെക്കുറിച്ച് ഒന്ന് ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അരിസ്റ്റോട്ടിലിനെ കുറിച്ച് ആളുകൾ പഠിക്കുന്നതിന് മുമ്പും പഠിച്ചതിന് ശേഷവും ആളുകൾക്കിടയിൽ ജഹലുണ്ട്. അരിസ്റ്റോട്ടിലിനെ പഠിക്കുന്നതിന് മുന്നേ തീരെ ജഹലില്ല എന്ന് പറയാൻ കഴിയില്ല, ജഹൽ നേരത്തെ ഉണ്ട്. അപ്പൊ ഒരു വിഭാഗം ആളുകളെ കുറിച്ചായിരിക്കും ഷാഫിഈ ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. നമ്മൾ അതിനെ ജനറലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പ്രത്യേകിച്ച് തഫ്താസാനി ഇമാം അവരുടെ ശർഹുൽ അഖായിദിൽ തെക്വീനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നിടത്ത് മാതുരീദികളുടെ ചില വാദങ്ങളെ വിശദീകരിച്ച സമയത്ത് തഫ്താസാനി ഇമാം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനമാണ്. ഒരു വലിയ പണ്ഡിതനിൽ നിന്ന് പെട്ടെന്ന് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ശരിയായ രൂപത്തിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുകയാണ് വേണ്ടത്. ലാകിന്നഹു യംബഗി ലിൽ ആഖിലി അൻ യതഅമ്മല ഫി അംസാലി ഹാദിഹിൽ മബാഹിസ് വലാ യൻസബ് ഇല റാസിഖീന മിൻ ഉലമാഇൽ ഉസൂലി മാ യകൂനു ഇസ്തിഹാലതുഹു ബദീഹത്തൻ ലാഹിറത്തൻ അലാ മൻ ലഹു അദ്നാ തമീസ് ബൽ യുത്ലബു ലികലാമിഹിം മഹ്മലൻ സഹീഹൻ യസ്ലുഹു മഹല്ലൻ ലിനിസാഇൽ ഉലമാഇ വഖ്തിലാഫിൽ ഉഖലാ എന്ന് തഫ്താസാനി ഇമാം പറയുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിലാണ് ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ മന്തിഖുമായി ബന്ധപ്പെട്ട് പിന്നെ സാധാരണ പറയാറുള്ള ഒരു ഫത്വ മഹാനായ ഇബ്നു സ്വലാഹ് റഹിമഹുള്ളയുടെ ഒരു ഫത്വയാണ്. നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുവരുന്നതാണ്. ഇബ്നു സ്വലാഹി വന്നവാവി ഹറമാ, മന്തിഖ് പഠനത്തെ അവരൊക്കെ ഹറാമാക്കി. അപ്പൊ ഇമാം ഇബ്നു സ്വലാഹ് തങ്ങളോട് മന്തിഖിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി അൽ ഫൽസഫത്തു റഅ്സു സഫഹി വൽ ഇൻഹിലാൽ. ഫൽസഫയെ കുറിച്ചുകൊണ്ട് ചോദ്യം. അപ്പൊ ഫൽസഫയെ കുറിച്ച് ഇങ്ങനെ പറയാണ്: മാദത്തുൽ ഹീറത്തി വൽ ലലാൽ. മന്തിഖ് ഫൽസഫ എന്ന് പറയുന്നത് ലലാലാണ്, ഹൈറത്താണ്. വ മസാറു സൈഇ വസ്സന്ദഖ, അങ്ങനെയാണ്. വമൻ തഫൽസഫ അമിയത്തു ബസീറത്തുഹു അൻ മഹാസിനി ശരീഅ. അങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പിന്നെ മഹാനവറുകൾ പറയാണ്, വാമ്മൽ മന്തിഖ്, മന്തിഖിന്റെ കാര്യം ഫഹുവ മദ്ഖലുൽ ഫൽസഫ, അത് ഫൽസഫയുടെ മദ്ഖലാണല്ലോ. ഓ മദ്ഖലു ശർരി ശർറുൻ, ഫൽസഫ ഷർറാണ്. അപ്പൊ ഷെറിന്റെ മദ്ഖലായ മന്തിഖും ഷെറ് തന്നെയാണ്. വലൈസൽ ഇസ്തിഗാലു ബി തഅലീമിഹി വ തഅല്ലുമിഹി മിമ്മാ അബാഹഹു ശാരിഉ, ശാരിഉ ഒരിക്കലും അനുവദിച്ചതല്ല. ഇങ്ങനെ ഒരു ഫത്വ മഹാനായ ഇബ്നു സ്വലാഹ് റഹിമഹുള്ളയിൽ ധരിക്കപ്പെടാറുണ്ട്. എന്നാൽ ഈ ഫത്വയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫത്വ പഠിക്കുന്നതോടൊപ്പം ആ ഫത്വയോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഫത്വ ഇമാം സുബ്കി റഹിമഹുള്ളയുടെ ഒരു തഅലീഖ്, ഒരു അടിക്കുറിപ്പ്. ഈ ഫത്വക്കുള്ള ഒരു അടിക്കുറിപ്പ്. എന്താണ് അടിക്കുറിപ്പ്? മഹാനവറുകൾ പറയാണ്: വഅലം അന്ന ഹുജ്ജത്തുൽ ഇസ്ലാം അബാ ഹാമിദുൽ ഗസാലി സഖല്ലാഹു അഹദഹു. മഹാനവറുകൾ ഇഫ്തതഹ കിതാബുൽ മുസ്തസ്ഫ ബി ഖവാഇദ് മന്തിഖിയ. നമ്മൾ പറഞ്ഞല്ലോ, മന്തിഖിയായ നിയമങ്ങളെ കൊണ്ടാണ് മുസ്തസ്ഫ സ്റ്റാർട്ട് ചെയ്യുന്നത്. വഖാല, എന്നിട്ട് ഗസാലി ഇമാം ഇങ്ങനെ പറയുകയും ചെയ്തു: ഹാദിഹി മുഖദ്ദിമത്തുൽ ഉലൂമി കുല്ലിഹാ വമൻ ലാ യുഹീതു ബിഹാ ഫലാ സിഖത ലഹു ബി ഉലൂമിഹി അസ്ലാ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പോരാണ്. മന്തിഖിനെ ഇബ്നു സ്വലാഹ് റഹിമഹുള്ളയുടെ ഫത്വയിലുള്ളത് അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളൊക്കെ മന്തിഖ് പഠിച്ചിരുന്നോ? അവരൊന്നും പഠിക്കാത്ത മന്തിഖ് നമ്മൾ എന്തിനാ പഠിക്കുന്നത്? ഈ രൂപത്തിലുള്ള ഇബാറത്തുകളൊക്കെ അതിലുണ്ട്. അപ്പൊ അതിന് മറുപടി പറയാണ് ആര്? ഇമാം സുബ്കി, അവരുടെ ഉപ്പയായ തഖീ സുബ്കി റഹിമഹുള്ള അവരുടെ ഫത്വയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയാണ്: ഫഇന്ന അബൂബക്കർ വ ഉമറ, അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും അഹാത്വാ ബിഹാദിഹിൽ മുഖദ്ദിമ, അവർക്കൊക്കെ എന്തറിയാമായിരുന്നു? ഈ മുഖദ്ദിമ അറിയാമായിരുന്നു. അവരതൊക്കെ മന്തിഖിൽ അവർ നല്ല എക്സ്പേർട്ട് ആയിരുന്നു സ്വഹാബത്ത്. ഇഹാത്തൻ ലം യസിൽ ഗസാലിയു വ അംസാലുഹു ഇലാ ഉശ്രി മിഅ്ശാരിഹാ. അവരെത്തിയതിന്റെ
ചെറിയൊരു അംശത്തിലേക്ക് പോലും ആരെത്തിയിട്ടില്ല, ഗസാലി ഇമാം എത്തിയിട്ടില്ല. അത്രമേൽ വലിയ മന്തിഖുകളായിരുന്നു സ്വഹാബത്തെ. വമൻ സഅമ അന്നഹുമാ ലം യുഹീത ലഹു ബിഹാ, അവർക്ക് മന്തിഖിൽ കഴിവില്ല എന്നൊരാൾ വാദിക്കുകയാണെങ്കിൽ ഫഹുവൽ മുസീഉ അലൈഹിമാ, അവർ സ്വഹാബത്തിന് മോശമാക്കുന്നവരാണ്. വല്ലദീ നഖതഉ ബിഹി അന്നഹു കാനത് സാകിനതൻ ഫീ തിബാഇ ഉലൈക സാദാതി, അവരെവിടെയെന്ന് മന്തിഖ്, അവർ ശറൂത്തദി ഓതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സുല്ലമു ഓതിയിട്ടുണ്ടോ, ഖുതുബി ഓതിയിട്ടുണ്ടോ? അല്ലെ, നമ്മളെ കിതാബുകളുടെ ഒരു ഓർഡർ ഉണ്ടല്ലോ. നമ്മൾ ചെറുപ്പകാലത്ത് പഠിക്കുന്ന മന്തിഖിന്റെ കിതാബാണ് തസ്രീഹുൽ മന്തിഖ്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിർഖാത്ത് പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശറൂത്തദി പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഖുതുബി പഠിക്കും. ഖുതുബി കഴിഞ്ഞാൽ പിന്നെ മീർ ഖുതുബി പഠിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഖാദി ഓതും, പിന്നെ ഏതോതും ഹംദുൽ ഓതും. ഇങ്ങനെ മന്തിഖിന്റെ കിതാബുകളുടെ ഒരു ലൈനേജ്. ഇതൊന്നും സ്വഹാബത്ത് ഓതിയിട്ടില്ല. അതൊക്കെ പിന്നെ വന്നതാണെങ്കിലും അവരുടെ പ്രകൃതിയിൽ തന്നെ ഈ വിജ്ഞാന ശാഖകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നെഹ്വ് അബൂബക്കർ തങ്ങളുടെ കാലത്തൊരു ഇൽമായിട്ട് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നെഹ്വ് അറിയാത്ത ആളാണ് സിദ്ദീഖ് തങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്ന് പറഞ്ഞതുപോലെ അവരൊക്കെ ഈ വിഷയത്തിൽ കഴിവുള്ളവരായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് മന്തിഖിനെ എതിർത്തുകൊണ്ടുള്ള ഫത്വകൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. പുതിയ കാലത്ത് മോഡേൺ അക്കാദമിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ മന്തിഖുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന ചില സ്കോളേഴ്സ്, നിങ്ങൾ കേട്ട സ്കോളറായിരിക്കും അസദ് ക്യു അഹമ്മദ്. അദ്ദേഹമാണ് ഇമാം അബ്ഹരി അവരെഴുതിയ മന്തിഖിലെ സുല്ലം എന്ന് പറയുന്ന മാസ്റ്റർ പീസ് രചന, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഒരുപാട് വർക്കുകൾ അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുള്ളത്. അതുപോലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഖാലിദ് റുവൈഹിം, അദ്ദേഹം ദ ഹിസ്റ്ററി ഓഫ് അറബ് ലോജിക്. അതുപോലെ ഷറൂത്ത് തഹ്ദീബിന്റെ സ്റ്റാർട്ടിങ്ങിലുണ്ടല്ലോ, പിന്നെ തസ്ദീഖിന് 3 ഭാഗമാണോ ഉള്ളത്, 4ആണോ ഉള്ളത്? അപ്പോൾ മൗദൂഅ മഹ്മൂലെ നിസ്ബ ഇദ്ആൻ നിസ്ബ 4ആണോ 3ആണോ? ഈ ചർച്ച ഷറൂത്ത് തഹ്ദീബിന്റെ ആരംഭത്തിലുണ്ട്. ഈ വിഷയത്തിൽ മാത്രം ഖാലിദ് റുവൈഹിബിന് ഒരു ആർട്ടിക്കിൾ പ്രില്ലി പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിൾ കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഇതിന് ഈ രൂപത്തിലൊക്കെ ഉള്ള സമയം വൈകിയിട്ടുണ്ട്. ഈ രൂപത്തിലൊക്കെ ഉള്ള ഇംപ്ലിക്കേഷൻസ് നമുക്ക് സാധ്യമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ നെറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ, നെറ്റും JRF-നൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ലോജിക് എന്ന് പറയുന്ന ജനറൽ പേപ്പറിൽ വരുന്ന ഒരു ഏരിയയാണ് ലോജിക്. റീസണിങ്ങിന്റെ ഒരു പേപ്പർ ഉണ്ടാവും. ഈ റീസണിങ്ങിന്റെ പേപ്പർ മന്തിഖ് നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് റീസണിങ്ങിന്റെ പേപ്പർ സോൾവ് ചെയ്യാന്ന് പറയുന്നത് ഒരു പ്രശ്നമേ ആവില്ല. കാരണം അതിൻ്റെ എല്ലാവിധ പ്രാക്ടീസുകളും രൂപങ്ങളും ഒക്കെ മന്തിഖിൽ പഠിച്ചിട്ടുണ്ടാവും. ചുരുക്കത്തിൽ നമ്മുടെ വിജ്ഞാനത്തിന് ഒതന്റിസിറ്റി നൽകുന്ന, ആളുകൾക്കിടയിൽ അതിനൊരു സ്വീകാര്യത ലഭിക്കുന്ന, അതിനെ നമ്മെ പ്രാപ്തരാക്കുന്ന വിജ്ഞാന ശാഖയാണ് ലോജിക്ക്, മന്തിഖ് എന്ന് പറയുന്നത്. അതൊരു കിതാബല്ല. ചില ആളുകളുണ്ടാവും, ഞാൻ അങ്ങനെ കിതാബൊന്നും ശ്രദ്ധിക്കാത്ത ആളാണ്, അതുകൊണ്ട് എനിക്ക് മന്തിഖ് താല്പര്യമില്ല. ആ സംസാരം ഒരിക്കലും ശരിയല്ല. കാരണം ഇത് എല്ലാ കാലത്തും അവിടെ മുതൽ ഇങ്ങോട്ട് ഓരോരുത്തരുടെയും ചിന്തയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഫണ്ടമെന്റലി ഒളിഞ്ഞു കിടക്കുന്ന പ്രിൻസിപ്പിൾസാണ്. ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത, പ്രത്യേകിച്ച് ഒരു ഭാഷയോടോ കൾച്ചറിനോടോ കണക്ഷൻ ഇല്ലാത്ത, എല്ലാവരും അംഗീകരിക്കാൻ നിർബന്ധിതരാകുന്ന വിജ്ഞാന ശാഖയാണ്. അത് കൂടുതൽ പഠിക്കാനും അതിൻ്റെ കൂടുതൽ ഇംപ്ലിക്കേഷൻസിലേക്ക് പോകാനും നാം സന്നദ്ധരാവണം. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ അഥവാ മന്തിഖിന്റെ പീരീഡുകളെങ്കിലും ഉറങ്ങാതെ ശ്രദ്ധിക്കാനുള്ളൊരു സന്മനസ് നമ്മൾ കാണിക്കണം. അപ്പോഴാണ് അതിൻ്റെ വഴികൾ നമുക്ക് തുറന്നു കിട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾക്ക് ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.